വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കേരള രാജ്ഭവനിൽ സ്ഥാനം പിടിച്ച് RSS സ്ഥാപകൻ ഹെഡ്ഗെവാറിന്റെയും ഗോൾവാൾക്കറുടെയും ചിത്രങ്ങൾ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കറുടെ മുറിയിലാണ് RSS നേതാക്കളുടെ ചിത്രം സ്ഥാപിച്ചിരിക്കുന്നത്. ഗവർണർ പദവിയിലിരുന്ന് RSS പ്രചാരകനായി രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ മാറുന്നു എന്ന വിമർശനത്തിനിടെയാണ് ഈ ചിത്രങ്ങളും സ്ഥാപിച്ച വിവരങ്ങൾ പുറത്തുവരുന്നത്. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, സാധാരണഗതിയിൽ രാജ്ഭവനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മഹാത്മാഗാന്ധിയുടെയും ഒപ്പം തന്നെ നിലവിലത്തെ പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും ഒക്കെ ചിത്രങ്ങളാണ്. ഇവിടെ അതിനു പുറമെ RSS നേതാക്കളുടെ ഗോൾവാൾക്കറുടെയും ഒപ്പം തന്നെ ഹെഡ്ഗേവാറിന്റെയും ചിത്രങ്ങൾ കൂടി സ്ഥാപിച്ചിരിക്കുകയാണോ പുതിയ ഗവർണർ? തീർച്ചയായും മനു, അതായത് എന്നാണോ ഇവിടെ പുതിയ ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചുമതലയേറ്റത്, അതിനുശേഷം മുതൽ തന്നെ പരസ്യമായ രീതിയിൽ ഒരു സംസ്ഥാന സർക്കാരുമായി അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും RSSന്റെ പ്രചരണത്തിന് വേണ്ടി രാജ്ഭവൻ തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ള വിമർശനം വലിയ തോതിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. അതിൻ്റെ നിരവധി ഉദാഹരണങ്ങളുമുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി തന്നെ നമുക്ക് ഇതിനെ കാണേണ്ടി വരും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. കാരണം ഹെഡ്ഗവാറിൻ്റെയും ചിത്രങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്, അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗവർണറുടെ മുറിയിലാണ് ഈ രണ്ട് ചിത്രങ്ങളും ഉപയോഗിച്ചിരിക്കുന്നത്. ഗോൾവാൾക്കറുടെയും ഹെഡ്ഗവാറിൻ്റെയും ചിത്രങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്, അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതിന് മധ്യവശത്തായി ഭാരതമാതാവിൻ്റെ, അതായത് നമ്മൾ സാധാരണ കാണുന്ന ഭാരതമാതാവിൻ്റെ ചിത്രമല്ല, മറിച്ച് RSS പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭാരതമാതാവിൻ്റെ ചിത്രം കൂടിയാണ് അവിടെ പതിപ്പിച്ച നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ രാജ്ഭവനിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗവർണറുടെ മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് സ്വീകരിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിലാണ് നമുക്ക് ഈ മൂന്ന് പടങ്ങളും ഈ പിന്നിലായി ഇത്തരത്തിലുള്ള ഹെഡ്ഗവാറിൻ്റെയും ഗോൾവാൾക്കറുടെയും ചിത്രങ്ങൾ അവിടെ പതിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് പുറത്തു വരുന്നത്. സാധാരണ രീതിയിൽ ഒരു രാജ്ഭവനാകുമ്പോൾ അത് പ്രത്യേകമായിട്ടുള്ള പ്രോട്ടോക്കോൾ ഉണ്ട്. അവിടെ പ്രോട്ടോക്കോൾ പ്രകാരം സ്വീകരണ മുറിയിൽ ആണ് എല്ലാവരെയും സ്വീകരിക്കുന്നത്. ഈ സ്വീകരണ മുറിയിൽ ഉണ്ടാകാറ് 3 പേരുടെ ചിത്രങ്ങളാണ്. ഒന്ന് രാഷ്ട്രപിതാവിൻ്റെ ചിത്രം, അതിന് പുറമെ നിലവിലുള്ള രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ചിത്രങ്ങളാണ് സാധാരണ രീതിയിൽ കാണാറ്. അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഇത്തരത്തിൽ ഗവർണർ തൻ്റെ മുറിയിൽ ഈ രീതിയിൽ ചിത്രങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം, കൃഷി വകുപ്പിൻ്റെ പരിസ്ഥിതി ദിന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഭാരതമാതാവിൻ്റെ RSS പ്രചരണത്തിന് ഉപയോഗിക്കുന്ന ഭാരതമാതാവിൻ്റെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയൊക്കെ നടത്തണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ രാജ്ഭവനിൽ നടത്താനിരുന്ന പരിപാടി തന്നെ ഒഴിവാക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനു മുമ്പ് RSS പ്രചാരകനെ അവിടെ രാജ്ഭവനിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമൊക്കെ സംഘടിപ്പിച്ചതും വലിയ വിവാദമായിരുന്നു. ഏതായാലും അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ RSS പ്രചരണത്തിന് വേണ്ടി രാജ്ഭവൻ ഉപയോഗിക്കുന്നു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്നുള്ളത് കൂടുതൽ സ്ഥാപിക്കുകയാണ് ഈ ചിത്രങ്ങൾ കൂടി ഈ രാജ്ഭവനിൽ സ്ഥാപിച്ചതിലൂടെ. മനു, തീർച്ചയായും ഷീജ, ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാവുന്നതുപോലെ ഭരണഘടനാ സ്ഥാപനമാണ്, ഭരണഘടനാ പദവിയാണ് ഗവർണർ. രാജ്ഭവനൊക്കെ ആ രീതിയിൽ ബഹുമാനിക്കപ്പെടുന്ന ഇടമാണ്. അവിടെ സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഇടമാക്കി മാറ്റുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ എത്രമാത്രം ഉചിതമാണ് എന്നൊരു ചോദ്യമാണ് ഉയർന്നു വരുന്നത്. RSSൻ്റെയോ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെയോ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഇടമാണോ രാജ്ഭവൻ? ഇതെന്താ ശാഖയാണോ എന്ന് പുതിയ ഗവർണറോടും BJPയോടും കേന്ദ്ര സർക്കാരിനോടും ലളിതമായി ചോദിക്കേണ്ടി വരുന്ന സാഹചര്യമാണോ ഉണ്ടാകുന്നത്? തീർച്ചയായും മനു, അതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല. കാരണം അത്തരത്തിലുള്ള വലിയ തോതിലുള്ള വിമർശനം ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിരുന്നു. കാരണം ഏത് വിഷയത്തിൽ സംസാരിച്ചാലും താൻ ഒരു RSSകാരനാണ് എന്ന രീതിയിലാണ് നിലവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സംസാരിച്ചു തുടങ്ങുന്നത്. പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അദ്ദേഹത്തിനൊരു ഭരണഘടനാ പദവിയുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പല ഘട്ടങ്ങളിലും വിസ്മരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. അല്ലാത്ത പക്ഷം ഈ രീതിയിൽ RSS പ്രചാരകരായിട്ടുള്ളവരുടെ ചിത്രങ്ങൾ രാജ്ഭവനിൽ അതിനൊപ്പം തന്നെ അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ച് മാത്രം മുന്നോട്ട് പോകുക, ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് പ്രത്യേകിച്ചും RSSന്റെ പ്രചരണ വേദിയായി ഒരു സംസ്ഥാനത്തിൻ്റെ രാജ്ഭവൻ ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വിവിധ കോണുകളിൽ നിന്ന് ഇതിനെതിരെ വിമർശനം ഉയർന്നു വരുന്നത്. ഇതിൽ പൂർണ്ണമായും ആ രീതിയിൽ RSS പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ മാത്രമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്ഭവനിൽ ഗവർണർ സ്വീകരിച്ചു വരുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തെ ഏറ്റവും കൂടുതൽ പ്രസക്തമാക്കുന്നത്. മനു.